ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങള് സാധനം ഇവിടെ പൊളിപ്പിച്ചു അവിടെ ഒളിപ്പിക്കണ്ട, ഇവിടെ എടുത്തിട്ട് ഇങ്ങനെ എടുക്കണ കുട്ടാ, ഇങ്ങനെ എടുത്തിട്ട്. അപ്പൊ ഞങ്ങള് മയക്കം എഴുതിയിട്ടുള്ള ആദ്യത്തെ വ്ളോഗാണിത്. എല്ലാവരും കാണണം. പിന്നെ ഇത് ഭയങ്കര സൗണ്ടിലാണോ വരുന്നത്, സൗണ്ട് കുറഞ്ഞാണോ വരുന്നത് നിങ്ങൾക്ക് വലിയ പിടിയില്ല. ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് സഹകരിക്കണം. ഭയങ്കര സൗണ്ട് ആണെങ്കിൽ നിങ്ങൾ ഇത്തിരി സൗണ്ട് കുറച്ച് വെച്ച് കാണുന്നതാണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇച്ചാനും വലിയ ഐഡിയ ഇല്ല കേട്ടോ. ഇച്ചാൻ പണി കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേനും ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. എനിക്കറിയില്ല എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ കുറെ പേരുടെ വീഡിയോ കണ്ടിട്ട് അതിനകത്തൊന്നൊക്കെ അടിച്ചു മാറ്റിയൊക്കെ എടുത്താ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഇനി കമന്റിന്റെ അവിടെ ഒന്ന് കോപ്പിടി എന്ന് പറയല്ലേ, കുറെ അടിച്ചു പറ്റിയതാണ്. അപ്പം ഇങ്ങനെ ഓരോ ഗെയിമുകൾ പോലെ ഇട്ടിട്ട് ഞാനത് ഇങ്ങനെ ഒരു പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. ക്ലിക്കിട്ട് എടുപ്പിക്കും. അത് നമ്മൾ ചെയ്യണം. അപ്പം തോറ്റാലേ ഒന്നും പ്രശ്നമില്ല. നമ്മൾ ചുമ്മാ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ബെൽറ്റ് വെച്ചടി, ബെൽറ്റ് ഒക്കെ വേണം. ബെൽറ്റ് വെച്ചടി വേണ്ട, ഞാൻ ബെൽറ്റ് വരും. അപ്പൊ ഞങ്ങള് തുടങ്ങാൻ പോവാണ്. എല്ലാരും കാണണം. നിന്നെ തോപ്പിച്ചിട്ട് തന്നെ ആരും. അപ്പൊ തുടങ്ങട്ടെ ഗൈസ്. അപ്പൊ ഇതാണ് സംഭവം. ഞാൻ ഇതിനകത്ത് കുറച്ച് പരിപാടികൾ ഇങ്ങനെ എഴുതിയിട്ടിട്ടുണ്ട്. ഇതിങ്ങനെ കുലുക്കിയിട്ട് എടുക്കുക. അതിനകത്ത് എന്താണോ എഴുതി വെച്ചേക്കുന്നത് അത് ചെയ്യുക. ഇത്ര ഉള്ളു പരിപാടി. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. ഇച്ചാൻ ഇത് ആദ്യമായിട്ട് കൊണ്ട് ഞാൻ ക്യാമറ കാണുന്നുണ്ട്. അപ്പൊ ഇത് ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്. എത്രത്തോളം ആവും ഞങ്ങൾക്ക് അറിയത്തില്ല. എന്നാലും തുടങ്ങാം. ആദ്യം ഇച്ചാനെ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യിക്കുന്നതാണ്. അപ്പൊ ഇച്ചാൻ പ്രാർത്ഥിച്ചിട്ട് ഐശ്വര്യമായിട്ട് പറഞ്ഞ എടുത്തു. അത് പല പല കാര്യങ്ങളുണ്ട്. അത് തുറക്കുമ്പോ മനസ്സിലാവും. പിന്നെ ഇതിനകത്ത് ഞാന് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം എഴുതിയിട്ടുണ്ട്. അത് എനിക്കാണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ ഒരു കൊലപാതകം നടക്കും. എനിക്കാ കിട്ടുന്നെങ്കിലോ? ഇച്ചാനെ കിട്ടുന്നെങ്കിൽ ഞാൻ ഇച്ചാനെ കൊണ്ട് ചെയ്യിക്കും. അത് ഗൈസ്, ഞാനത് ഇച്ചാനെ കൊണ്ട് നേരത്തെ ചെയ്യിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. കുറെ നാള് മുന്നേ എന്റെ മനസ്സിലിരിക്കുന്നുണ്ടായിരുന്നു ഇച്ചാനെ കൊണ്ട് ചെയ്യിച്ചാലോ എന്ന്. പക്ഷെ അപ്പൊ ഞാൻ വിചാരിച്ച ഇന്ന് ഇതിങ്ങനെ വേറൊരാളുടെ വീഡിയോ കണ്ടോണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഈ ഐഡിയ തോന്നുന്നത്. എന്നാൽ ഇതിനകത്ത് എടുത്തിടാന്ന് വിചാരിച്ചിരിക്കുകയാണ്. എനിക്കാ കിട്ടുന്നെങ്കിൽ ഞാൻ ചെയ്യത്തില്ലെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാ. പക്ഷെ ഇച്ചാന് കിട്ടുവാണെങ്കിൽ ഞാൻ ഇച്ചാനെ കൊണ്ട് എങ്ങനെങ്കിലും ചെയ്യിക്കും. ഇവിടെ ഇന്ന് കൊലപാതകം നടന്നാലും ശരി ഇച്ചാനെ കൊണ്ട് എടുപ്പിക്കാൻ പോവാണ്. ഏതെടുക്കും അയ്യോ, ഇത് ഇത് പറ്റത്തില്ലേ? ഇത് മിക്കവാറും ലാസ്റ്റ് ഞങ്ങൾ ഇപ്പൊ തന്നെ അടി ഉണ്ടാക്കുന്നതായിരിക്കും. പെണ്ണിനെ പോലെ ഒരുങ്ങുക, ആണിനെ പോലെ ഒരുങ്ങുക. ഞാനാണെങ്കിൽ ആണിനെ പോലെ ഒരുങ്ങാനും ഇത് കാണുന്നില്ല നമ്മുടെ ക്യാമറയ്ക്ക്. അതിങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് കാണൂലല്ലോ, തിരിഞ്ഞേ കാണത്തുള്ളൂ. ഞാനാണെങ്കിൽ ആണിനെ പോലെ ഒരുങ്ങാനും ഇച്ചാനാണെങ്കിൽ പെണ്ണിനെ പോലെ ഒരുങ്ങാനുമാണ്. അപ്പൊ നമുക്കിപ്പൊ ഇച്ചാനെ പെണ്ണാക്കി ഞാൻ കാണിക്കുന്നതായിരിക്കും ഗൈസ്. ഞാനിത് അയച്ചാലെ പെണ്ണാക്കിയിരിക്കണം. അങ്ങോട്ട് അടുത്തില്ല, നമുക്ക് ക്യാമറ വിളിക്കരുത്. ഇനി മോളെ ഇച്ചൊരു ഡാൻസ് കളിച്ചാ അപ്പൊ ഇച്ചേട്ട നമ്മൾ പെണ്ണാക്കിയേക്കാണ്. ഇന്ന് നമുക്ക് അടുത്ത ചലഞ്ച് എന്താന്ന് നോക്കാം. വലിയ പണി കൊടുക്കാം. നോക്കാവേ. അപ്പൊ നമ്മൾ അടുത്ത എടുക്കാൻ പോവാണ്. ഇച്ചാവിയൊക്കെ എനിക്ക് വലിയ പണിയാണ് സത്യത്തിൽ. ഞാൻ ഇതെല്ലാം ഇട്ടത്. എന്നാലും നമുക്കൊന്ന് നോക്കാം. ഞാൻ പറഞ്ഞ ഞാൻ എടുക്കത്തില്ല. നവരസങ്ങൾ കാണിക്കുക. അയ്യോ എനിക്ക് അവനെ എനിക്ക് തീരെ ആവശ്യമില്ല. നവരസങ്ങൾ കാണിക്കുക, ശൃംഗാരം,
ഹാസ്യം, കരുണം, വീര്യം, പിന്നെ ഒന്ന് നിർത്തിക്ക. രൗദ്രം, ഭയാനകം, ഭീമത്സം, അത്ഭുതം, ശാന്തം. എന്നാ ഇങ്ങോട്ട് വന്ന് കാണിക്കാം. ഇച്ചൻ പറ, ഓരോരോ ഭാവങ്ങൾ പറ. അപ്പൊ ഗായ്സ്, ഇച്ചാൻ ഇപ്പൊ കണ്ട ദിഗംബരനെ പോലുണ്ട്. അതാ മസ്കാര കഴുകിയില്ലേ മുഖം? അതങ്ങനെ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കാരണം പെണ്ണുങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ കൊണ്ട്. ഇതെന്തിനാ ഇതൊക്കെ വാരി തേക്കണേ? പിന്നെ ബുദ്ധിമുട്ട് അറിയാം. പറ പറ. നവരസങ്ങൾ കാണിച്ചോ. ഗാംഭീര്യം. ഗാംഭീര്യം ഗാംഭീര്യം അങ്ങോട്ട് നോക്കി കാണിക്കും. ഞാൻ അങ്ങോട്ട്, എനിക്ക് ചിരിക്കാൻ പാടില്ല. ഗാംഭീര്യം ഓക്കെ, ചിരിക്കാൻ പാടില്ല. ഗാംഭീര്യം, ഹാസ്യം, കരുണം, അങ്ങനെയാണ്. ഇതെന്താ? വീരം, രൗദ്രം. ഉയ്യോ, രണ്ടും ഒരേപോലെയാണല്ലോ. വീരം എന്ന് പറഞ്ഞാല് ഇച്ചിരി, രൗദ്രം എന്ന് പറഞ്ഞാൽ ദേഷ്യം. ഇതാണോ രൗദ്രം? ഇച്ചാനെ മുമ്പ് വന്നിട്ട് ഭയാനകം. പിന്നെ തൂറാൻ കൊടുക്കുന്നുണ്ടോ? പറയില്ല. പിന്നെ പറയണേ. ബീഭത്സം, അത്ഭുതം, ശാന്തം. അയ്യോ, എല്ലാം കഴിഞ്ഞ് വയറ്റിന്ന് പോയി. ശാന്തം. സിമ്പിൾ ആയി പോയല്ലോ. ഞാൻ ഇതൊക്കെ എനിക്ക് കിട്ടണേന്ന് പ്രാർത്ഥിച്ചിട്ടത്. അടുത്ത നമുക്ക് ഇച്ചാനെ കൊണ്ട് അടുപ്പിക്കാം. ഇച്ചയും കൂടി ക്യാമറ എടുത്തോണ്ട് നീങ്ങി നിൽക്കുക. അയ്യോ, 5 സെക്കൻഡിൽ ഒരു ബിസ്ക്കറ്റ് നെറ്റിയിൽ നിന്ന് വായിലേക്ക് കഴിക്കുക. വീണാ മതിയായിരുന്നു. ബാബാ ഇങ്ങോട്ട് വാ. ഞാൻ വെക്കും 5 സെക്കൻഡ് ഉള്ളേ. 5 സെക്കൻഡിനുള്ളില് എനിക്ക് അത് ഇച്ചാനെ തരൂല, ഞാൻ തിന്നും. ഇച്ചിരി ബാക്കിലോട്ട്. അപ്പൊ ഗൈസ്, ഇച്ചാന് എന്നോട് ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാണ്. നിക്ക് ഞാൻ 5 സെക്കൻഡ് ഉള്ളു. അതിന് പിന്നെ തിന്നില്ലെങ്കിൽ ഞാൻ ചാടി പിടിച്ച് തിന്നുവേ. 5 സെക്കൻഡേ ഉള്ളു. 1 2 ബിസ്ക്കറ്റ് ഇല്ല. ഇനി നിലത്ത് നോക്കാവോ? ഇല്ലല്ലോ. നിലത്തുനിന്ന് എനിക്ക് അപ്പൊ അപ്പൊ ഈ കാര്യത്തിൽ ഇച്ചാൻ തോറ്റിരിക്കുകയാണ്. അതിന് പകരം നമുക്ക് ഇച്ചാനെ കൊണ്ട് ഒന്നും കൂടെ എടുപ്പിക്കാം. ഒന്നും എടുത്താൽ മതി. ഞാൻ ബെൽറ്റിനൊന്നും അടിയില്ല. ഉറവെടുക്കും എല്ലാം ഞാൻ ഇച്ചാനെ കൊണ്ട്. എന്ത് അതും ചോകം. എന്ത്? 1 മിനിറ്റ് 1 കുപ്പി വെള്ളം കുടിക്കാം. ഇച്ചാൻ ഇപ്പൊ കുടിക്കുന്നതായിരിക്കും. 1 മിനിറ്റ് ഉള്ള ടൈം പാസ്. ടൈം സെറ്റ് ചെയ്യും. എന്റെ ഇച്ച മുമ്പേ എടുത്തൊക്കെ മാറ്റി കളഞ്ഞോ? ടൈമിനകത്ത് നോക്കാം. 2:09 ആവുമ്പോ ഞാൻ മാറ്റും. കുടിച്ചോ. ആവട്ടെ. കളയാൻ പറ്റുന്നില്ല. ഇത് മൊത്തം താടിക്കാത്ത ഇത് ഞാൻ കൂട്ടത്തില്ല. ഇതായിച്ചാൻ വാശിയേറി അവസരത്തിന് പങ്കെടുക്കുകയാണ്. ഇച്ചാൻ ഇപ്പൊ 1 മിനിറ്റിൽ ഇച്ചാൻ 1 കുപ്പി വേറെ നിസ്സാരം. ഇച്ചാൻ ഇതാ കുടിക്കുകയാണ്. കുടിച്ച് പകുതിയായി. ഇനി ഇച്ചിരി കുടിഞ്ഞാൽ ഇച്ചാൻ ഇപ്പൊ ഫസ്റ്റ് അടിക്കുന്നതായിരിക്കും. തീർത്തോ? അശ്യോ ഗൈസ്, ഇത് കുഞ്ഞു കുപ്പിയായി. ഇപ്പൊ ഇച്ചിരി വലിയ കുപ്പി വേണ്ടതായിരുന്നു. നേരത്തെ ഒരു കപ്പ് വെള്ളവും കുടിച്ച് ഇപ്പൊ 1 പ്ലേറ്റ് ചോറ് തിന്നിട്ട് പോയതായിരുന്നു. എന്ത് ചെയ്യാനാ? ഇനിയപ്പോ നമുക്ക് അടുത്തതിനകത്തോട് നോക്കാം. വെറും 6 മാത്രം. അപ്പൊ നമ്മള് അടുത്ത ചലഞ്ചിലേക്ക് പോവാണ്. ഞാൻ എടുക്കാൻ പോവാണ്. മാറും അത് കുടിക്കുന്നത്. എന്നെ ചിരിപ്പിക്കുക. എങ്ങനെ വേണേലും ആകാം. അതായത് ഞാൻ ചെയ്യുമ്പോ എന്നെ ചിരിപ്പിക്കണം, ഇച്ചാനെ ചിരിപ്പിക്കണം. ഞാൻ ഇച്ചാനെ ചിരിപ്പിക്കണം. സിമ്പിള്. മേത്ത് തൊടാൻ പാടില്ല. മേത്ത് കൊണ്ട് കൊടുത്തില്ല. മേത്ത് തൊടാൻ ഇവിടെ ഫ്രണ്ടി വാ. ഫ്രണ്ടി വരണം. ഓക്കെ. ആയില്ല. സ്റ്റാർട്ട് വരണം. എന്നെ ചിരിപ്പിച്ചാൽ മതി. സ്റ്റാർട്ട് വരണം. സ്റ്റാർട്ട് വരണം. ഇച്ചൻ ചിരിക്കത്തില്ല എന്ത് ചെയ്താലും. സ്റ്റാർട്ട് വരണം.
ഇച്ചാക്കൊണ്ട് നോക്കി ക്യാമറ കൊണ്ട് നോക്ക്. ഒരു മിനിറ്റിനല്ലേ 40 നിക്ക്. അപ്പൊ ഇച്ചാൻ നിന്നെ നോക്കിയാലോ നീ ചിരിക്കുന്നുണ്ടോ പറയാ, എന്നെ ചിരിപ്പിക്കുന്നുണ്ടോ പറയാൻ പറ്റുമോ? ഇച്ചാനെ ഞാൻ നോക്കണം. ഞാൻ നിന്നെ നോക്കണം. ഓക്കെ. ഇച്ചാൻ ചിരിക്കത്തില്ല. ഇതിപ്പോ ശരിക്കും ചിരിച്ചതാണോ എന്റെ സമാധാനിപ്പിക്കാൻ വേണ്ടി ചിരിപ്പിച്ചാണോ അറിയാണ്ട് ഈ വേട്ടുകൊണ്ട് തന്നെ ചിരിച്ചു പോവുക. ഇതെന്നെ ആകെ ചിരിച്ചതാണോ? അപ്പൊ ഞങ്ങള് എനിക്കെല്ലാം സിമ്പിൾ ആണ് ഗൈസ്, എല്ലാം സിമ്പിള്. ഇനി അടുത്ത നമുക്ക് ഇച്ചാനെ കൊണ്ടെടുപ്പിക്കാം. ലാസ്റ്റ് ഒരെണ്ണം ഉണ്ട് ഗൈസ്, അത് ഇച്ചാന് കിട്ടണേന്ന് എനിക്കറിയത്തില്ല. എനിക്ക് കിട്ടിയ ഞങ്ങൾ ഇപ്പൊ തന്നെ കളി ഇവിടെ നിർത്തിയിട്ട് അടിയാകും. പറഞ്ഞെടുത്തോ, എടുക്കടേ. ഐസ് കട്ട വായിലിട്ട് പാട്ട് പാടുക. ഐസ് കട്ട വായിലിട്ട് പാട്ട് പാടുക. ഉണ്ടോ? ഐസ് കട്ട ഉണ്ട്. ഏത് പാട്ട് പാടും ഞാൻ? ആരേക്ക് ഏത് പാട്ട് പാടും? അപ്പൊ ഗൈസ് ഞാൻ ഐസ് കട്ടയെ കൊണ്ട് വന്നേക്കുവാണ്. എന്നതല്ല എല്ലാം എനിക്ക് സിമ്പിൾ ആയിട്ട് കിട്ടുക. ഇച്ചാണ് ഞാൻ ഞാൻ തരാം. പാട്ട് പാടാ. വളകിലക്കണ ഞാൻ പറയുക. വളകിലക്കണ ഇല്ല ഇല്ല. പിന്നെ ഒരു 3-4 ലൈനെങ്കിലും പാടണം. ഇത് പറ്റത്തില്ല. നിക്ക് നിക്ക് കട്ട ഒരെണ്ണം വീട്. ഇത് അറിയാവുന്ന പാട്ട് പാടിക്കോ. ഇത് കട്ട മുമ്പേ പാട്ട് മൊത്തത്തിൽ പാടിയില്ല, എന്നതുകൊണ്ട് ഞാൻ വീണ്ടും ഇച്ചാരെ കൊണ്ട് ജയിക്കുകയാണ്. പാട്ട് ഓർത്തോ? 4 നിന്റെ പപ്പയ്ക്ക് എന്നാ ഇനി ഇങ്ങനത്തെ പേടിയാണ് ഞാൻ നിർത്തി. നമുക്ക് അടുത്ത ജനത്തിലോട്ട് പോവാ. ഈ ജട്ടി നീ എന്നെ കൊണ്ട് മേടിപ്പിക്കണം, പറ്റുമോ? ജട്ടി നിങ്ങൾ കാണുമ്പോൾ ഇത് പുതിയ ജട്ടിയാണ്. അല്ല ഗൈസ്, പഴയ ജട്ടിയാണ്. പുതിയ ജട്ടിയാ മേടിപ്പിക്കും. ഓൺലൈനിലാണല്ലോ അല്ലേ? ഓൺലൈൻ TV പറഞ്ഞാലോ? അത് പറ്റത്തില്ല. നേരിട്ട് വരണം. എന്റെ മനസ്സലിഞ്ഞ് ഞാൻ ഈ ജട്ടി ഒന്നുകൂടി ഇടാൻ മേടിക്കണം. എനിക്ക് ചട്ട ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഞാൻ അങ്ങനെ ഇടാറില്ലാത്താണോ? പിന്നെ താങ്കളുടെ താല്പര്യം അനുസരിച്ച് വേണം ഞാൻ ജട്ടി ഓർമ്മ ഇട്ടേക്കാം. വരുവാണേ, ജട്ടി കൊണ്ട് വരുവാണേ. ട്രെയിൻ കേൾക്കണം ഗൈസ്. ഞാൻ കൊണ്ട് ജട്ടി മേടിപ്പിക്കാണ്. ചേട്ടാ ഒരു ജട്ടി മേടിക്കാനുണ്ട്. എനിക്ക് വേണ്ട. അയ്യോ ചേട്ടാ, ചേട്ടൻ ഈ ജട്ടി കണ്ടിട്ടില്ല. ഇത് തുറന്നു നോക്കുമ്പോ നമുക്കിത് കാണാൻ കഴിയുന്നത് ഇതിനകത്ത് ABCD ഒക്കെ എഴുതിയേക്കുന്ന ജട്ടിയാണ്. ABCD അല്ല, ഇതിന്റെ ഉള്ളു മൊത്തം കാണാലോ. അങ്ങനത്തെ ഒരു ജട്ടിയാണത്. അയ്യോ ഇതെങ്ങനെ? ഇത് നമുക്ക് ഇടുമ്പോ വളരെ സോഫ്റ്റ് ആണ്. ഇത് ഭയങ്കര നമുക്ക് ഇട്ടോണ്ട് നടക്കാൻ വളരെ സുഖമാണ് ചേട്ടാ. ഇല്ല ചേട്ടാ, ഇത് വളരെ രസം. ഇത് ഇതിന്റെ ഫ്രണ്ടിന്റെ ഡിസൈൻ കാണുമ്പോൾ തന്നെ ആരാണ് ഈ ജട്ടി മേടിച്ചു. പിന്നെ മെയിൻ ഇതിന്റെ കാര്യം എന്ന് പറയുന്നത് ABCD എഴുതിയിട്ടുണ്ട്. അഥവാ ചേട്ടന് എപ്പോഴെങ്കിലും ഇതൊന്ന് മറന്നു പോകണമെങ്കിൽ ജസ്റ്റ് ഉരുട്ടൊന്നും ഞാൻ ടൗണിലാണ് നിൽക്കുന്നെങ്കിൽ ഊരിട്ട് നോക്കേണ്ടി വരുമോ? കഷ്ടം ചേട്ടാ, ഇത് മേടിക്കണം. എന്നെ വയറ്റിപ്പാട് പണി ചേട്ടാ, പ്ലീസ് ചേട്ടാ. ഇത് മേടിച്ചില്ലെങ്കിൽ കമ്പനിക്കാരെല്ലാം പുറത്താക്കി ചേട്ടാ, പ്ലീസ് ചേട്ടാ മേടിക്കുക. ഞാൻ മേടിക്കത്തില്ല, എനിക്ക് വേണമെങ്കിൽ ചേട്ടി ഇത് ഞാൻ മേടിച്ചൊന്നല്ല ഗൈസ്, ഇവിടെ എന്നെ കൊണ്ട് നിർബന്ധപൂർവ്വം പിടിപ്പിച്ചാണ്. ഇത് നടക്കത്തില്ല. അപ്പൊ ഇനി അടുത്തത് കഷ്ടമുണ്ട്. എന്റെ ഇച്ചാരെല്ലാം പ്രയാസമുള്ളതാ ഗൈസ് കിട്ടിയത്. എനിക്കെല്ലാം വളരെ ഈസി ഉള്ളതായിരുന്നു. അപ്പൊ ഇനി അടുത്തത് മറ്റേത് ആർക്കും കിട്ടിയില്ലല്ലോ. അപ്പൊ ഗൈസ് നമ്മൾ അടുത്ത ഇച്ചാനെ കൊണ്ട് ഇതിനിടയ്ക്ക് കൊച്ചിനെ ഒന്ന് താലോലിക്കുമ്പോ ഇപ്പൊ അവന് നെച്ചും പുള്ളിയതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇനി ഇതൂടെ അങ്ങ് കഴിഞ്ഞിട്ട് അങ്ങ് കഴിക്കളയോ, അത് മാറ്റണോ? ഇത് കഴിഞ്ഞിട്ടാണ്. അപ്പൊ നമുക്ക് ഇനി ആകെ 3 എണ്ണം കൂടെ ഉള്ളൂ. അപ്പൊ ഇച്ചാനെ കൊണ്ട് നമ്മൾ അടുത്തത് എടുപ്പിക്കുകയാണ് ഗൈസ്. ഇതിനകത്ത് ഏതാ ഈ ഒരെണ്ണം എന്ന് പറഞ്ഞ ഡേഞ്ചർ സാധനം ഇതുവരെ വന്നില്ലല്ലോ. അതാ പറഞ്ഞത്. ഇതെടുക്കട്ടെ. എനിക്കറിയത്തില്ല ഏതാണ് ഇഷ്ടമുള്ളത് അടുത്ത്. എന്നാ ഇതെടുക്കാം. ഇത് നടക്കൂലോ എന്നാ എന്റെ ഗെയിമും കോപ്പും കൊണ്ട്. ഇത് മുട്ട അടിക്കാന്നുള്ള ഓപ്ഷനാണ്. അങ്ങനത്തെ പരിപാടി കിട്ടിയേക്കുന്നത് മുട്ട അടിക്കാന്നുള്ള ഓപ്ഷനാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പേടിച്ച് എഴുതിയെന്ന്. എനിക്ക് കിട്ടിയ എന്താണെങ്കിലും ഞാൻ മുട്ട അടിക്കത്തില്ല. ഇച്ചാന് കിട്ടിയാൽ ഇച്ചാൻ അടിച്ച തന്നെ. ഇത് മോള് തന്നെ അങ്ങ് അടിച്ചാ മതി. നടക്കത്തില്ല. നീ ആയിരുന്നു ഇത് അടിക്കുമായിരുന്നു, നിനക്ക് കിട്ടിയായിരുന്നു. എന്നാ അതൊന്നും കാര്യാക്കണ്ട. ഇത് നടക്കൂല. ഇതന്നെ നിനക്ക് തോന്നുന്ന എഴുതി വെക്കാൻ വേറെ ഏതെങ്കിലും എഴുതി വെക്കത്തില്ലായിരുന്നോ? വേറെ എത്ര ഗെയിം ഉണ്ട് കളിക്കാൻ?
നിനക്ക് തോന്നുന്നു ഉണ്ടാക്കി വെക്കാനായിട്ട്? ശരി, എന്നാ ചെയ്യുന്ന എനിക്ക് ചെയ്യണ്ട, അത്രയല്ലേ ഉള്ളൂ. എന്നാലും ഇത് ഇങ്ങനെയൊക്കെ ചെയ്താൽ പോണ്ട. ഇതൊരു ഗെയിം അല്ലേ, ഇതിനകത്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടല്ലേ ചെയ്തേക്കുന്നത്. പിന്നെ ഇനി അതിനകത്ത് ഇങ്ങനത്തെ മുട്ട അടിക്കാന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ഇപ്പൊ കൊണ്ട് മുട്ട അടിക്കണോ? ഓ, മുട്ട അടിക്കാന്നല്ലേ ഉള്ളു, തല വെട്ടണം എന്നൊന്നും ഇല്ലല്ലോ. ഇച്ചാന് പറ്റുമെങ്കിൽ ചെയ്യേ. എനിക്കാൻ പറ്റത്തില്ല അതിന് കോപ്പ്. എനിക്ക് പറ്റണം. എനിക്ക് അല്ലെങ്കിൽ അറിയാം അവസാനം നമ്മൾ ചെയ്തു വരുമ്പോ ഇങ്ങനെയൊക്കെ ആവുന്നു. എന്താണ് ഞങ്ങളുടെ ചലഞ്ച് വീഡിയോ ഇവിടെ തോറ്റു പോയിരിക്കുകയാണ്. ഇനിയിപ്പൊ ഞാൻ അങ്ങനൊന്നും വിചാരിച്ചില്ല, ചുമ്മാ രസമായിട്ട് ചെയ്യാന്നാ വിചാരിച്ചത്. ഒന്നാമത് അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഇയാള് ചെയ്യണ്ടെന്നേ, ചെയ്യുന്നിടയ്ക്ക് ചെയ്യണ്ട. നമുക്ക് പറ്റുന്ന പോലെ ഞാൻ ഏതായാലും ഇത് തന്നെ ഇപ്പൊ വൈൻഡപ്പ് ചെയ്യാൻ പോവാ. അപ്പൊ ഏതായാലും ഞങ്ങളുടെ ചലഞ്ച് വീഡിയോ കളയൊന്നും വേണ്ട, ഞാൻ ചെയ്യാം. വേണ്ട ആരും നമുക്ക് പക്ഷെ നീ അടുത്ത ഓർണോട് എടുക്കണം. എനിക്ക് അതിൽ ഇനി അതിനകത്ത് പ്രയാസമുള്ള ഉണ്ടല്ലോ. ഇന്നത്തിന് പ്രയാസം ഇല്ല. ചൈനത്തിന് വേറെ ഓർമ്മ ചെയ്യണം. പറ്റുമോ? ഇച്ച മുട്ട അടിക്കോ? അപ്പൊ ശരിക്കും മുട്ട അടിക്കാം. ഗൈസ്, എന്റെ ഇച്ചാൻ മുട്ട അടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഗൈസ്, വേണമെങ്കിൽ ഇത് മൊത്തം ഞാൻ ചെയ്യാം. ഞാൻ ഇച്ചാൻ വളരെ കൂടുതൽ ദേഷ്യപ്പെടുമെന്ന് വിചാരിച്ചു, പക്ഷെ ഇച്ചാൻ ഇത്ര ദേഷ്യപ്പെട്ടുള്ളൂ. ഞാൻ പറയുന്നെടുക്കോ? ഇച്ചാൻ തുറന്നു നോക്കിയോ? ഇല്ല, തുറന്നു നോക്കിയില്ല. ഇത് രണ്ടെണ്ണല്ലേ ഉള്ളു, രണ്ടെണ്ണം ഞാൻ നോക്കാം. അത് വേണ്ട, രണ്ടെണ്ണം നോക്കല്ലേ, അത് നോക്കല്ലേ. ആ പേടി വേണ്ട. അല്ല, ഇനിയിപ്പോ നമ്മള് ചെയ്യുന്നില്ലല്ലോ. ചെയ്യുന്നുണ്ട്, നിന്നെ കൊണ്ട് ഓർമ്മ ചെയ്യിച്ചിട്ട് തന്നെ കാര്യം. ഇത് നീ തുറക്കാൻ വരട്ടെ. അപ്പൊ ഗൈസ്, ഇതിനകത്ത് രണ്ടെണ്ണേ ഉള്ളൂ. അപ്പൊ ഇനി എനിക്കറിയാം. നീ എടുക്കണ്ട, ഞാൻ എടുത്തു തരും. അത് ചെയ്യാൻ പറ്റും. ഏതാണല്ലോ ഏതൊക്കെയാന്ന് എനിക്കറിയാം, ഞാനല്ലേ എഴുതിയിട്ടത്. ആണോ? ആ, എല്ലാം എളുപ്പമുള്ളത് അവൾ എഴുതി വെക്കും, വിഷമമുള്ളത് എനിക്കും തരും. പക്ഷെ എനിക്ക് സത്യമായിട്ട് സങ്കടമുണ്ട്. ഉപ്പ് കഴിക്കുക, ഒരു സ്പൂൺ ഉപ്പല്ലേ ഉള്ളൂ. ഇതാ ഒരു സ്പൂൺ ഒന്നും കഴിക്കാൻ പറ്റും. ഇത് ഞാൻ ഇച്ചാന് കൊടുക്കണമെന്ന് വിചാരിച്ചു. ഒരു സ്പൂൺ കഴിച്ചില്ല, ബെൽറ്റിന് അടിയാം. ഒരു സ്പൂൺ മുട്ട അടിക്കാമെങ്കിൽ നീ അടി ഇല്ലേ, ചന്തിക്കിട്ട് അടി കിട്ടും, നല്ല അടി കിട്ടും. ഒരു സ്പൂൺ ഉപ്പൊക്കെ ഒരു കറിക്കകത്തൊരു ശകലം ഉപ്പ് കൂടി പോയാൽ എനിക്ക് തിന്നാൻ പറ്റത്തില്ല. ഞാൻ നിക്ക് ഇത് സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ഇച്ചാന് കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് എഴുതിയതായിരുന്നു. എനിക്ക് വല്ല വാട്ടോട് ആയിരത്തും ഒക്കെ കിട്ടണം എന്നാ ഞാൻ വിചാരിച്ചത്. എത്ര സമയം വേണം എടുത്തു? ഇത് പറ്റത്തില്ല. അല്ല, അടി കിട്ടും, അടി പൊട്ടും. വെള്ളം തോറ്റോ? 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 ഇത് സത്യമായിട്ട് ഇച്ചാൻ എന്നോട് പകരം വീട്ടിയതൊക്കെ ഇത്രയും ജൈവിച്ച ഉപ്പ് ഒരു സ്പൂൺ പോയിട്ട് നമുക്ക് ഒരു ശകലം പോലും തിന്നാൻ പറ്റില്ല. സത്യമായിട്ട് ഞാൻ ആക്കിയതല്ല, പറ്റത്തില്ല കേട്ടോ. അയ്യോ, ഭയങ്കര ചവ. അപ്പൊ ഏതായാലും ഞങ്ങളുടെ ഗെയിമിന്റെ ചലഞ്ച് വീഡിയോ ഇവിടെ തീരണം. വലിയ രസമൊന്നും ആയിട്ടില്ല, നമ്മൾ ആദ്യമായിട്ടാണ് ചലഞ്ച് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇനി ഞങ്ങൾ ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് ടീമുകളൊന്നല്ല, ചുമ്മാ രസം. അപ്പൊ നമ്മൾ ഇതിലൊരു പാർട്ട് 2 ഇറക്കുന്നുണ്ട്. അന്നേരം ഇച്ചിരി കൂടെ പ്രയാസമുള്ള വീഡിയോ ഞാനും കൂടി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഇതിപ്പോ എല്ലാം എനിക്കാനായിരുന്നു പ്രയാസമുള്ള ടാസ്ക് ഒക്കെ കിട്ടിയത്. എങ്ങനെയാണെന്നില്ല കറങ്ങി തിരി. സത്യമായിട്ട് ഇത് അങ്ങനെ സ്ക്രിപ്റ്റഡ് ഒന്നും അല്ല കേട്ടോ. ഇത് കറങ്ങി തിരി എല്ലാം ഇച്ചാര തന്നെ വന്നു. അപ്പം നമുക്കിനി ഏതായാലും ഞങ്ങൾ ഇതിന്റെ പാർട്ട് 2 ഞങ്ങൾ ഇറങ്ങുന്നതായിരിക്കും. അപ്പൊ ഇച്ച ലാസ്റ്റ് അടിച്ചത് എനിക്ക് നല്ല വേദന എടുത്തു. കിട്ടാണ്ടല്ലേ. അപ്പൊ ഇനിയിപ്പോ ഞങ്ങൾ ഇച്ചാന്റെ മുടി ശരിക്കും പൊട്ടടിക്കണം. പിന്നെ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ അത് ചാലഞ്ച് ആയിരിക്കണം. അല്ല ശരിക്കും ചാലഞ്ച് ഉണ്ടെങ്കിൽ വേണ്ട. ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ചാലഞ്ച് അല്ല ചലഞ്ചും കൊണ്ടാണോ അല്ലാതെ ഇനി മുട്ട അടിക്കണം നല്ലോ തീരുമാനിച്ചത്. അതെന്റെ ഇഷ്ടമാണ്. ചാലഞ്ച് ആണെങ്കിൽ ചാലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഇച്ചാൻ എന്നോട് വഴക്കുണ്ടാക്കുന്ന ഞാൻ വിചാരിച്ചത്. ഞാൻ വിചാരിച്ചത്ര ഇത്ര ദേഷ്യപ്പെട്ടില്ല. ഞാൻ വിചാരിച്ചതൊക്കെ തല്ലിപ്പൊടുത്തി കളയുമായിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നതല്ല, എല്ലാവരും ലൈവിലൊക്കെ ഒരു പറയും ചേട്ടൻ പാവാ ചേട്ടൻ പാവാന്ന്. ചേട്ടൻ അത്ര പാവമൊന്നും അല്ല, ചേട്ടന് തനി സ്വഭാവം എനിക്കറിയത്തുള്ളൂ. ഞാൻ ഈ ചാനലിൽ ഇച്ചിരി കൂടെ പ്രതീക്ഷിച്ചാണ് ഞാൻ ഇത് എടുത്തത്. അപ്പൊ ഏതായാലും പറഞ്ഞ സ്ഥിതിക്ക് ഇച്ചാൻ ശരിക്കും അടിക്കാം. ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ചാലഞ്ച് തന്നെ. അപ്പൊ ഞങ്ങൾ ഇച്ചാന്റെ തലമുടി മൊട്ടടിക്കാൻ പോണ് ഗൈസ്. അപ്പൊ ഗൈസ് നമ്മൾ ഇച്ചാന്റെ തലമുടി മൊട്ടടിക്കാൻ
ഇച്ചാൻ ഒരു ഗെയിമിന് വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനലിന് വേണ്ടി ഇത്രയും വലിയ ത്യാഗം ചെയ്യുമെന്ന് ഞാൻ ഓർത്തിട്ടില്ല ഗൈസ്. ഞാൻ ഇത്രയേറായിട്ട് നമുക്ക് ഇതൊക്കെ ഉള്ളു കേട്ടോ ചെയ്യാന്. അപ്പൊ ഞാൻ അങ്ങോട്ട് തുടങ്ങി. നിനക്ക് ചാർജ് ഒക്കെ ഉണ്ട്? ഇത്ര ഇറക്കി എടുക്കട്ടെ മുകളിലോട്ട്. ഇച്ച ശരിക്കും ഞാൻ ചെയ്തു. ഓക്കെ അപ്പൊ ഗൈസ് ദേ ഇച്ചാന്റെ തല ഞാൻ മുട്ടയടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നീക്കുന്നത് തല കുറേ മുറിഞ്ഞു ഗൈസ്. ഇത് കാണാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം ചോര പാടുകളാണ്. എന്റെ തല മുറിച്ചു ഗൈസ്. ഏതായാലും നമ്മുടെ ചലഞ്ച് വീഡിയോ ഇവിടെ തീർന്നിരിക്കുകയാണ്. അത്ര വലിയ രസമൊന്നും ഉണ്ടായെന്ന് തോന്നുന്നില്ല. കാരണം നമ്മളിത് ആദ്യമായിട്ട് ചെയ്യുവാണ്. നമുക്ക് അത്ര വലിയ പരിചയമില്ലായിരുന്നു. അപ്പൊ ഇനി ഇച്ചിരി കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമുകൾ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഇതിന്റെ പാർട്ട് 2 ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ഇതുവരെ തന്നോണ്ടിരിക്കുന്ന സ്നേഹം ഞങ്ങൾക്ക് ഇനിയും തരണം. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ താങ്ക് യു സോ മച്ച്. ബൈ ഓൾ. മതി മതി.